കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളിലെ നായർ സമുദായത്തിന്റെ ചരിത്രത്തെ വിശദീകരിക്കുന്ന ദേവദാരുവിലെ ഇത്തിൽ കണ്ണികൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ മുൻ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ, വിദേശകാര്യ നയതന്ത്ര വിദഗ്ധനും അമേരിക്കയിലെ മുൻ ഇന്ത്യൻ അംബാസഡറായിരുന്ന പി.ബി. ശ്രീനിവാസന് പുസ്തകത്തിന്റെ കോപ്പി നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. മന്നത്താചാര്യൻ ഉണ്ടാക്കിയെടുത്ത മഹാപ്രസ്ഥാനത്തിൽ ഇന്ന് ഏകാധിപത്യമാണ് നടക്കുന്നതെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. NSS ഇന്ന് ചില ആളുകൾ കൈയടക്കിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഒരു കുടുംബത്തിൽ നിന്ന് 43 പേരെ നായർ സർവീസ് സൊസൈറ്റിയിൽ ജോലിക്ക് വെച്ചെന്നും ആർക്കും ഇരിക്കാനാവുന്ന കസേരയല്ല NSS എന്നും അദ്ദേഹം വിമർശിച്ചു. മന്നത്താചാര്യനെ ചരിത്രത്തിൽ നിന്നും മായ്ക്കാൻ NSS ശ്രമിക്കുകയാണ്. ഡൽഹിയിലെ പാറ്റാ സമരം പോലെ നായന്മാരുടെ സമരമുയരണം. ഇങ്ങനെയൊരു തരം താഴ്ന്ന നേതൃത്വം തലപ്പത്ത് വേണമോ എന്ന് ചിന്തിക്കണമെന്നും മന്നത്താചാര്യന്റെ പാരമ്പര്യമുള്ള എല്ലാ നായന്മാരും മരിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയ്ക്ക് ശേഷം നായർ സമുദായത്തിനും NSSനും സംഭവിച്ച അപജയം യുവതലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ആദ്യ പാഠാവലിയാണ് ദേവദാരുവിലെ ഇത്തിൽ കണ്ണികൾ എന്ന പുസ്തകം. NSSനെ കുടുംബഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന നിയമ പോരാട്ടങ്ങൾക്കൊപ്പം സമുദായത്തിൽ പരിവർത്തനത്തിന്റെ ശംഖുലി മുഴക്കിക്കൊണ്ട് ജില്ലാ താലൂക്ക് കരയോഗ തലങ്ങളിലും ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള സമുദായ അംഗങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടും സമുദായത്തെ നേർവഴിക്ക് നയിക്കാൻ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി ആശയപ്രചാരണം നടത്തുന്നവരെ ഏകോപിപ്പിച്ചുകൊണ്ട് NSS സംരക്ഷണ സമിതിയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തണമെന്ന ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. സമുദായ ആചാര്യന്റെ സമാധിസ്ഥലം സന്ദർശിക്കാനെത്തുന്ന വിശിഷ്ട വ്യക്തികളെ അപമാനിക്കുന്ന തരത്തിൽ പെരുമാറുന്ന നേതൃത്വത്തിന് സദ്ബുദ്ധി ഉണ്ടാവാൻ ആചാര്യൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മന്നൻ സമാധിയിൽ പ്രാർത്ഥനാ യജ്ഞം സംഘടിപ്പിക്കുമെന്നും NSS സംരക്ഷണ സമിതി വ്യക്തമാക്കി. മേജർ രവി, നടൻ അനൂപ് ചന്ദ്രൻ, ജനഭൂമി ന്യൂസ് ചീഫ് എഡിറ്റർ പ്രൊഫസർ കോന്നി ഗോപകുമാർ, മന്നത്ത് പത്മനാഭന്റെ ചെറുമകൻ സന്തോഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വേദങ്ങളുടെ സങ്കല്പം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പവിത്രമായ ഒരു വൃക്ഷമാണ് ദേവദാരു. ദേവദാരു വൃക്ഷത്തിൽ ഇത്തിക്കണ്ണി വന്നു കഴിഞ്ഞാൽ വൃക്ഷമാരം വെട്ടാറില്ല, ഇത്തിക്കണ്ണി വെട്ടിക്കളയാറാണ് നടത്തി. ദേവദാരു വൃക്ഷം വളർന്നു വരാൻ തന്നെ വലിയ പ്രയാസമാണ്. ആ വൃക്ഷം വളർന്നു വന്നു കഴിഞ്ഞാൽ ദൈവിക സാന്നിധ്യമുള്ള പവിത്രമായ വൃക്ഷത്തിൽ കടന്നു കയറുന്ന ഇത്തിൽ കണ്ണി വെട്ടി ദൂരെ എറിയുക എന്നുള്ളതാണ് ഇന്ന് സമൂഹം ചെയ്യേണ്ട കാര്യം. അതുകൊണ്ട് ഈ ഒരു പുസ്തകത്തിന് ഏറ്റവും അനുയോജ്യമായ പേരാണ്. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇതിനെ പ്രിന്റ് ചെയ്ത് വരുമ്പോൾ വായിക്കാനൊരവസരം. ദൈവതുല്യനായ മന്നത്ത് പത്മനാഭൻ പിടിപ്പണം വാങ്ങി പാവപ്പെട്ടവൻ്റെ ഒരു നേരത്തെ അന്നത്തിന് വെച്ചിരുന്ന പോലും എടുത്ത് സംഭാവനയായി അദ്ദേഹത്തിന് നൽകി കാണിച്ച സ്നേഹം, ആ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് നായർ സർവീസ് സൊസൈറ്റി. അതിനെ ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങൾ. കേരളത്തിലെ മുഴുവൻ സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്കും ഉന്നതമായ വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് സ്വപ്നം കണ്ട മന്നത്ത് ആചാര്യൻ. ആചാര്യന് വളരെ വർഷം മുമ്പ് തന്നെ വിദ്യ കൊണ്ട് പ്രബുദ്ധനാകാൻ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞുവെങ്കിലും ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ നായർ സർവീസ് സൊസൈറ്റി. ഒരുപക്ഷെ SNDP-യേക്കാൾ, ക്രിസ്തീയ മിഷനറികളെക്കാൾ ഏറ്റവും അധികം സ്കൂളുകൾ സ്വന്തമായി ഒരു സമുദായത്തിന് നിർമ്മിക്കാൻ കഴിഞ്ഞതും സ്ഥാപിക്കാൻ കഴിഞ്ഞതും മന്നത്ത് ആചാര്യനാണ്. മന്നത്ത് ആചാര്യൻ സ്ഥാപിച്ചതേ ഉള്ളൂ. മന്നത്ത് ആചാര്യൻ നായർ സമുദായക്കാർ ഏറ്റവും കുറച്ച് താമസിക്കുന്ന മഞ്ചേരിയിൽ മതന്യൂനപക്ഷത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടി മലപ്പുറം ജില്ല ഇന്ന് വിദ്യാഭ്യാസപരമായി ഏറെ മുന്നിട്ട് നിൽക്കുമ്പോൾ ആ മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ, ഏറ്റവും ഗംഭീരമായ വിദ്യാഭ്യാസ സ്ഥാപനം ആദ്യം സ്ഥാപിച്ചത് മന്നത്ത് ആചാര്യനാണ്. മലപ്പുറം ജില്ലയുടെ ഇന്നത്തെ വിദ്യാഭ്യാസപരമായ പുരോഗതിയുടെ ആദ്യത്തെ അടിസ്ഥാന ശില എന്ന് പറയുന്ന ആചാര്യൻ സ്ഥാപിച്ച കോളേജാണ്. കണ്ണൂർ മുതൽ ഇങ്ങനെ തിരുവനന്തപുരം വരെയും കോളേജുകൾ സ്ഥാപിച്ചു. പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു കോളേജ് എന്ന സങ്കല്പമാണ് കരമന NSS കോളേജ് അദ്ദേഹം സ്ഥാപിച്ചത്. സ്ത്രീകൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി അദ്ദേഹം കോട്ടയം ജില്ലയിൽ സ്കൂൾ സ്ഥാപിച്ചു. അവിടെ നിന്നോട്ട് വലിയ വിഷനാണ്. കാരണം സ്ത്രീ എന്ന് പറയുന്ന അമ്മ, തൻ്റെ പ്രിയപ്പെട്ട മാതാവാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന മഹാപ്രസ്ഥാനത്തിന് തിരിതെളിച്ചത്. സ്ത്രീ അകത്തളത്തിൽ ഇരിക്കണം എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്ത് സ്വന്തം അമ്മയെ മുൻനിരയിൽ കൊണ്ടുവന്ന അമ്മ
നിലവിളക്ക് കൊളുത്തി വെച്ച് തുടങ്ങി വെച്ച ഈ മഹാപ്രസ്ഥാനം, അദ്ദേഹത്തിൻ്റെ പ്രിയ മാതാവ് തുടങ്ങി വെച്ച ഈ മഹാപ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഇന്ന് ചില ആളുകൾ കൈയടക്കിയിരിക്കുകയാണ്. അത് നേരായ വഴിയിൽ, നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്, ഒരു വലിയ ഭരണഘടനയുള്ളൊരു ജനാധിപത്യ രാജ്യം, മതേതരത്വം നിലനിന്നൊരു ജനാധിപത്യം. ആ രാജ്യത്ത് മതേതരത്വത്തിനും ജനാധിപത്യത്തിനും മുൻതൂക്കം നൽകി മന്നത്താചാര്യൻ ഉണ്ടാക്കിയെടുത്ത ഒരു മഹാപ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൽ നിന്ന് ജനാധിപത്യമില്ല, ഏകാധിപത്യമാണ്. ചില തൽപര കക്ഷികൾ ഇരിക്കുകയും അവരെ ഭയന്ന് ജീവിക്കുന്ന കുറച്ച് ആജ്ഞാനുവർത്തികളും ഈ തൽപര കക്ഷിയും അജ്ഞാനുവർത്തികളുമാണ് ദേവദാരു വൃക്ഷത്തിലെ ഇത്തിൽ കണ്ണികൾ എന്ന് നമ്മൾ മനസ്സിലാക്കി. മന്നത്ത് ആചാര്യൻ തൻ്റെ പൗത്രിക്ക്, കൊച്ചുമകൾക്ക് NSS ഒരു ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ടായി. അദ്ദേഹം വളരെ സന്തോഷത്തോടെ അത് നിഷേധിച്ചു. വേണ്ട, പാടില്ല, കൊടുക്കാൻ പാടില്ല. എൻ്റെ അച്ഛൻ 64 വർഷം NSS താലൂക്കുടൻ പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ 18 വയസ്സിൽ മന്നത്ത് ആചാര്യൻ വാളാത്ത വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയിട്ടാണ് പത്തനാപുരം NSS താലൂക്കുടൻ്റെ പ്രസിഡന്റായിരുന്നത്. എൻ്റെ അപ്പൂപ്പനെ കണ്ട്, കീഴൂട്ട് രാമപിള്ളയെ കണ്ട്, മകനെ ഞാൻ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞ് കൂടെ കൊണ്ടുപോയത്. 64 വർഷം പത്തനാപുരം NSS താലൂക്കുടിനെ നയിക്കുകയും NSSന്റെ സംസ്ഥാന ബഡ്ജറ്റിനേക്കാൾ വലിയ ബഡ്ജറ്റും സമ്പാദ്യവും ഉണ്ടാക്കിയ ഒരു താലൂക്കായി പത്തനാപുരം താലൂക്കിനെ മാറ്റിയത് ആർ ബാലകൃഷ്ണപിള്ളയാണ്. നിങ്ങൾ മന്നത്ത് ആചാര്യന് വേണ്ടി സമരം ചെയ്യുക, തെരുവിലിറങ്ങുക. ധർമ്മശാസ്താവിന് അയ്യപ്പന് വേണ്ടി, ശബരിമല അയ്യപ്പന് വേണ്ടി നിങ്ങൾ തെരുവിലിറങ്ങി ശരണമന്ത്രങ്ങൾ ജപിച്ചു, അഭിമാനമായി നമ്മൾ കണ്ടു. പക്ഷേ ഇത്തരം ഇത്തിക്കണ്ണികൾക്ക് വേണ്ടി നായർ സമുദായ അംഗങ്ങൾ തെരുവിലിറങ്ങുന്നത് ഈ സമൂഹത്തിനും ഈ സമുദായത്തിൻ്റെ ആചാരനായ മന്നത്ത് ആചാരനും ആത്മാവിന് സഹിക്കാത്ത കാര്യമാണ്. അത് അഭിമാനക്ഷതമാണ്, ചെയ്യാൻ പാടില്ല. നമ്മൾ മന്നത്ത് ആചാരനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ, നമ്മൾ ഇറങ്ങണം, ഇറങ്ങി തന്നെ ആകണം, ഇറങ്ങാതിരിക്കരുത് ഒരു നായരും. ഈ ഒരു സമരത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് പല കാര്യങ്ങളും പറഞ്ഞു വരാം. സ്വന്തം കൊച്ചുമകൾക്ക് ജോലി നിഷേധിച്ച സ്ഥലത്ത് ഒരാൾ തൻ്റെ കുടുംബത്തിൽ നിന്ന് മാത്രം 43 പേരെ നായർ സർവീസ് സൊസൈറ്റിയിൽ ജോലിക്ക് വെച്ചു എന്ന് പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കി. അഴിമതിയിൽ 2 പണമിടപാട്. അഴിമതി എന്ന് പറഞ്ഞാൽ അതിനെ വ്യാഖ്യാനിക്കുന്ന 2 വിധത്തിലാണ്. ഒന്ന് സ്വജനപക്ഷപാതമാണ് പ്രധാനമായും. ഏറ്റവും വലിയ അഴിമതി NSSൽ നടക്കുന്നു എന്ന് പറയാൻ കാര്യം സ്വജനപക്ഷപാതമാണ്. ഒരു കുടുംബത്തിൽ നിന്നും 43 പേരെ NSSൽ ലഭിക്കും. കനകസിംഹാസനത്തിൽ ഏത് ശുനകനം കയറിയിരിക്കാം എന്ന് നമുക്ക് തോന്നുന്ന തരത്തിൽ പെരുമാറരുത്. കാരണം കനകസിംഹാസനമാണ് എന്നുള്ള ഓർമ്മയെങ്കിലും വേണം. ശുനകനാണെന്നുള്ള ഓർമ്മ ഇല്ലെങ്കിലും കനകസിംഹാസനമാണ് എന്നുള്ള ഓർമ്മ എല്ലാവർക്കും നല്ലതാണ്. മന്നത്ത് ആചാര്യനത് രൂപീകരിച്ചത് ഞാനിവിടെ ഒരു കാര്യം പറയാം. ഈ കമ്പനി ആക്ടിനെ പറ്റിയൊക്കെ ഇവിടെ PK നായർ സാർ കൊണ്ട് അദ്ദേഹം ഇതിനകത്തൊരു കേസ് കൊടുത്താണ്. അത് നിയമപരമായിട്ടില്ല. ഞാൻ അറിയാൻ കഴിഞ്ഞത് 89 തവണ കണ്ട് കേസ് മാറ്റി വെച്ചത്. NSSനെതിരെ ദുഷ്ടന്മാർ കേസ് കൊടുക്കുന്നു. ഇത് NSSനെതിരെയല്ല, ഈ യോഗം NSSനെതിരെയാണ്. അല്ല, ഇവിടെ ഇരിക്കുന്ന നമ്മളാണെങ്കിലും ഞാൻ കരയോഗത്തിൽ അംഗമാണ്, ഞാൻ NSS പ്രതിനിധിസഭാ അംഗമാണ്, തിരഞ്ഞെടുക്കപ്പെട്ട അംഗമാണ്, അല്ലാതെ ഓടലക്കി വന്നതാണല്ല. ഞാൻ NSS താലൂക്കിലെ പ്രസിഡന്റ് ആയത് ഇലക്ഷനിലൂടെയാണ്. ഇത്തിക്കണ്ണിയെ പോലും നമുക്ക് പറിച്ചു കളയാം. ഇതങ്ങനെയല്ല. ഇതിൽ കടന്നു കയറി ഈ മഹാപ്രസ്ഥാനത്തെ നശിപ്പിക്കുകയാണ്. ഞാൻ പറയില്ല, എന്നെ പിരിച്ചുവിട്ടു. എനിക്ക് 200 വോട്ടിലധികം ഭൂരിപക്ഷം നേടി ഞാൻ ജയിച്ചു വന്ന എന്നെ പിരിച്ചുവിട്ടത് ശരിയല്ല എന്ന് പറഞ്ഞു 18 അംഗ കമ്മിറ്റിയിലെ, ഞാൻ നേരത്തെ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചിട്ടുണ്ട് എന്തിയെന്ന് ചോദിച്ചിട്ട്, ഇതാണ് സാധനം. 18 അംഗ കമ്മിറ്റിയിലെ 12 പേർ, ഞാനടക്കം 12 പേർ പറയുന്നു ഞങ്ങൾ ഗണേഷ് കുമാറിനെ പിന്തുണ പിൻവലിച്ചിട്ടില്ല, ഞങ്ങളുടെ യാതൊരുവിധ കുഴപ്പവും കമ്മിറ്റി പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനറൽ സെക്രട്ടറിക്ക് കൊടുത്ത കത്താണിത്. ഇത് കണ്ടില്ല. ഡെമോക്രസിയാണ്, ഡെമോക്രസി. ഈ ഒപ്പിട്ടവരാരും കള്ളമല്ലേ എഴുതിയേക്കുന്നത്. ഇവരെല്ലാവരും അയച്ച വീഡിയോ ഞാൻ നിങ്ങൾക്ക് തരാം. ഇവർ ഓരോരുത്തരും പറയുന്നുണ്ട് ഞങ്ങൾ ഗണേഷ് കുമാറിനെ പിന്തുണ പിൻവലിച്ചിട്ടില്ല, ഞങ്ങളെ കമ്മിറ്റി ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഓരോരുത്തരും പറയുന്ന ഈ 12 പേരിൽ ഞാൻ ഒഴിച്ച് ബാക്കി 11 പേരും പുരുഷന്മാരും സ്ത്രീകളും പറയുന്ന വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തരാം. ഒറ്റ ദിവസം കൊണ്ട് NSSന്റെ സർവ്വ താലൂക്കുകളിൽ കിടന്ന പണം ഒറ്റ ദിവസം കൊണ്ട്, ഞാനത് പറയുന്നത് പരിശോധിക്കാം, രേഖകൾ പരിശോധിക്കാം. ധനലക്ഷ്മി ബാങ്കിന്റെ ശാഖകളിൽ കിടന്ന കോടിക്കണക്കിന് രൂപ NSSന്റെ താലൂക്കുകളെ കൊണ്ട് പിൻവലിപ്പിച്ച് വേറെ ബാങ്കുകളിൽ, ഏത് ബാങ്കിലും ഇട്ടോളാം. കോപ്പറേറ്റീവ് ബാങ്കുകളും ഇട്ടിട്ടുണ്ട്. കോപ്പറേറ്റീവ് ബാങ്കുകളിൽ പണം ഇടരുതെന്ന് എന്ന് മന്നത്ത് ആചാര്യൻ NSSന്റെ ബൈലായിൽ പറയുന്നുണ്ട്. കോപ്പറേറ്റീവ് ബാങ്കിൽ പൈസ ഇടാൻ പാടില്ല, അവിടെ ഇട്ടിട്ടുണ്ട്. വലിക്കുകയാണ് ഒറ്റ ദിവസം കൊണ്ട്. ധനലക്ഷ്മി ബാങ്കിന് എന്തിന് ഒറ്റ ദിവസം കൊണ്ട് പണം വലിച്ചു കോടിക്കണക്കിന്. ഓരോ താലൂക്കുകളിൽ നിന്നും 1 കോടി, അര കോടി, 2 കോടി, 3 കോടി വെച്ച് ആ ദിവസം എടുത്തു മാറ്റിയത് എന്തിന്? ഈ ബന്ധുവിന്റെ വ്യാജരേഖ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ബന്ധുവും ഭാര്യയും രണ്ടുപേരും രാജിവെച്ചു. അതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. രാജിവെച്ചു. പക്ഷെ അതിനുശേഷം എന്ത് ചെയ്തു? രാജിയൊന്നും പ്രശ്നമല്ല.
അതിലൊരാൾ സ്ത്രീയെ ഒരു ആയുർവേദ ആശുപത്രിയുടെ ചുമതല ഏൽപ്പിച്ചു. 43 പേർക്ക് ജോലി കൊടുത്തത് നമുക്ക് ക്ഷമിക്കാം. പോട്ട് അത്യാഗ്രഹം, ഒരു വീട്ടിലാണെന്ന് അത്യാഗ്രഹമാണെന്ന് വിചാരിക്കാം. ഏറ്റവും വലിയ അഴിമതിയാണ് സ്വജനപക്ഷപാതം. ആ സ്വജനപക്ഷപാതം ഇന്ന് നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളും ജനങ്ങളും എതിർക്കുന്ന ഒരു പൊതുസ്ഥാപനത്തിലെ സ്വജനപക്ഷപാതം. കുടുംബത്തിൽ സ്വന്തം വീടോ സ്വന്തം പള്ളിക്കൂടോ ഒക്കെ ആണെങ്കിൽ ആരെ വേണം നിയമിച്ചു, കുഴപ്പമൊന്നുമില്ല, അളിയെ അമ്മാച്ചനെ നിയമിച്ചു. പക്ഷേ ഈ പൊതുസ്ഥാപനത്തിൽ മന്നത്ത് ആചാര്യനെ പോലും മഹാൻ നാട് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ബസ് കിട്ടാത്തടത്ത് നടന്നുപോയി. ഒറ്റ മുണ്ടെടുത്ത്, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, എടാ ഒരു മുണ്ടെടുത്ത് വരും, ഈ മുണ്ട് നനച്ച് മൂപ്പര് ഉടുത്തേച്ച് ഒരു തോർത്ത് കൊടുത്തുകൊണ്ട് അവിടെ ഇരിക്കും, മുണ്ട് ഉണങ്ങുന്നവരെ. അച്ഛൻ പറയുന്ന ആ മുണ്ടഴിച്ച് അവിടെ നനച്ചിട്ട് കോണം കൊടുത്ത് ഒരു തോർത്ത് കൊടുത്തേച്ച് അവിടെ ഇരിക്കും. ഈ മുണ്ട് ഉണങ്ങിയ ശേഷം ആ മുണ്ട് ഉടുത്തോണ്ടാണ് പിന്നെ അടുത്ത യാത്ര. കാരണം പൊതിയും കെട്ടുമൊന്നുമില്ല കയ്യിൽ. കിട്ടുന്നതെല്ലാം കൂടി പൈസ എന്താ 10 ചക്കയാണെങ്കിൽ അത് അവിടെ വെച്ച് ലേലം ചെയ്ത് കിട്ടുന്ന കാശ് മുണ്ടിൽ ഇങ്ങനെ തിരികെ വെച്ചുകൊണ്ട് നടന്നു. ഉപയോഗിച്ച പേഴ്സും കണ്ണാടിയും അതിൽ കിടന്ന ചില്ലറ പൈസയും വരെ ഈ സമുദായത്തിന് സംഭാവന നൽകി പിരിഞ്ഞുപോയ മഹാനായ അദ്ദേഹത്തിന്റെ കൊച്ചുമക്കൾ 2 പേരും ഇവിടെ ഇരിപ്പുണ്ട്. അവർക്ക് അവിടെ കയറാൻ പറ്റത്തില്ല. അവരുടെ മുത്തച്ഛൻ ഉറങ്ങുന്ന മന്നം സമാധിയിൽ കയറാൻ പറ്റില്ല. ഈ പുസ്തകത്തിന്റെ പ്രകാശനോടൊപ്പം ഞാൻ നായർ സമുദായം, ലോകത്ത് മുഴുവനുള്ള നായർ സമുദായക്കാരോട് ഞാൻ അഭ്യർത്ഥന, ഇത് NSSനെതിരെയുള്ള സമരമാണ്. ഇത് നായരുടെ അവകാശമാണ്. നായരുടെ കാണപ്പെട്ട ദൈവമായ മന്നത്ത് ആചാര്യനെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നമ്മൾ ഒരുങ്ങണം. അതിനുള്ള സമരം ഇവിടെ ആരംഭിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബന്ധനത്തിൽ നിന്ന്, അദ്ദേഹം ബന്ധനത്തിലാണ്. അദ്ദേഹത്തെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കണം. കാരണം ഏതൊരു നായർ സമുദായത്തിനും മന്നത്ത് ആചാര്യനെ ആദരിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവിടെ പുഷ്പാർച്ചന ചെയ്യാൻ അവകാശമുണ്ട്. NSSന്റെ ജനറൽ സെക്രട്ടറി എനിക്ക് മാധ്യമങ്ങൾ മുമ്പ് തന്നൊരു മറുപടിയിൽ പറയുന്നുണ്ട്, ഇതൊരു ദേവാലയമാണ്. ശരിയാണ്, ദേവാലയമാണ്. പത്മനാഭ സ്വാമി ക്ഷേത്രം രാവിലെ 4 മണിക്ക് തുറക്കും, ഉച്ചയ്ക്ക് 11:30 കഴിയുമ്പോൾ അടയ്ക്കും, വൈകിട്ട് 5 മണിക്ക് തുറക്കും, രാത്രി 9 മണി 8 മണിയാകുമ്പോൾ 8:30 അടയ്ക്കും. ആറ്റുകാൽ ക്ഷേത്രം, പഴവങ്ങാടി ക്ഷേത്രം, ഇതിനൊക്കെ ഒരു ചിട്ടയുണ്ട്. എന്ന് പറഞ്ഞതുപോലെ മന്നത്ത് ആചാര്യൻ്റെ ഈ ക്ഷേത്രം എത്ര മണിക്ക് തുറക്കും, എത്ര മണിക്ക് അടയ്ക്കും? ഒരുപാട് നായർ സമുദായങ്ങൾക്കും അല്ലാത്തവർക്കും അവിടെ കയറി പ്രാർത്ഥിച്ചാൽ കൊള്ളാം, ഒരു പുഷ്പാർച്ചന ചെയ്താൽ കൊള്ളാം എന്ന് ആഗ്രഹമുണ്ട്. അറിയാൻ നമുക്ക് അവകാശമില്ല. അത് മാധ്യമങ്ങളോട് പ്രസിദ്ധീകരിക്കൂ, ജനങ്ങൾ അറിയട്ടെ. ഈ തള്ള് ഞാൻ കാണിച്ചു തരാം, ഞാൻ അങ്ങനെ ചെയ്ത് കളയും, എൻ്റെ അഡ്രസ് വൈകി എത്തുന്ന നീതി ലഭിക്കാത്ത നീതിക്ക് തുല്യമാണ്. ശരിയോ തെറ്റോ എന്ന് കണ്ടെത്താൻ ഒരു നീതിപാലകന്, ഒരു നീതിപീഠത്തിന് കഴിയാത്തതല്ല. അവധി വെച്ച് പോയിട്ട് NSS ജയിച്ചിരിക്കുകയാണ് കേസിൽ. നമ്മൾ NSSന് ആരും എതിരല്ല. ആരും NSS വിട്ടു പോകരുത്. ഒരു കരയോഗാംഗവും NSSൽ രാജിവെക്കരുത്. ഒരു കരയോഗം NSSൽ പുറത്ത് പോകരുത്. ജനാധിപത്യ രീതിയിൽ പോരാടിക്കൊണ്ട് ഈ ക്രമക്കേടുകൾക്കെതിരെ ഈത്തിൽ കണ്ണി പറിച്ചു കളയാൻ ജനാധിപത്യത്തിന്റെ പേരിൽ പോരാടണം. കമ്പനി ആക്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ തർക്കങ്ങൾ കോടതിയിൽ നടക്കട്ടെ. നിയമം അതിൻ്റെ വഴിക്ക് തന്നെ പോകണം. ഇതൊക്കെ മര്യാദകൾ, ഇത്തരം ഇത്തിൽ കണ്ണികൾ പറിച്ചെറിയണം. മന്നത്ത് ആചാര്യൻ്റെ നമുക്ക് ഒറ്റ ഡിമാൻഡാണ് ഇപ്പോൾ ഉള്ളത്. ഒറ്റ ഡിമാൻഡേ വയ്ക്കാവൂ. എല്ലാ ലോകത്തുള്ള മുഴുവൻ നായർ ബാധ്യപ്പെട്ടവർ, അമേരിക്കയിൽ ഇരിക്കുന്ന നായരാണെങ്കിലും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയത്തിൽ മന്നത്ത് ആചാര്യൻ്റെ സമാധി സ്ഥലത്ത് വന്ന് പുഷ്പാർച്ചന നടത്തി പോകാൻ കഴിയണം എന്നുള്ളതാണ്. ആദരവാണ്. മന്നത്ത് ആചാര്യൻ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ചട്ടമ്പിസ്വാമിയെ അദ്ദേഹത്തിന് ഗുരുവായി സ്വീകരിച്ചു. നായർ സമുദായത്തിന്റെ ഗുരുവായി. ആ ചട്ടമ്പിസ്വാമി തിരുവടികളെ അവഗണിക്കുന്ന ഒരാളാണ് NSSന്റെ പിറപ്പ് തീർത്തിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ഗവൺമെന്റ് പ്രസിഡന്റായ സംഗീതകുമാറിനെതിരെ ചട്ടമ്പിസ്വാമിയുടെ ജന്മഗ്രഹം ഏറ്റെടുക്കാൻ പോയതിന് 68 കേസിൽ പ്രതിയാക്കിയ ഒരു IPSകാരിയെ പിടിച്ച് മടി വെച്ച് പറയുക, എന്റെ TP ശ്രീനിവാസൻ അത്ര പോരാ, പകരം ഇവർ IAS അക്കാഡമി നടത്തും. IAS അക്കാഡമി ഇങ്ങോട്ട് പോയി നമ്മൾ മുന്നോട്ടല്ല പോകുന്നത്. ഒരു IAS അക്കാഡമി തുടങ്ങി, അത് അടച്ചുപൂട്ടി. കാരണം വീട്ടിലാരും IASന് ഫ്രീ ആയിട്ട് പഠിക്കാനില്ലാത്തത് കൊണ്ടാണ്. ചായക്കട തുടങ്ങാം, നമുക്ക് പത്മ കഫേ തുടങ്ങാം. അന്നത്തെ പപ്പനാവനെ നാണക്കെടില്ല. നായന്മാരെ ചായക്കട നടത്തിയിരുന്നെന്ന് 5 സ്റ്റാർ ഹോട്ടലിൽ നടന്നിടത്തോട്ട് കൈപിടിച്ചു ഉയർത്തിയ മന്നത്ത് പപ്പനാവന്റെ പേര് ചായക്കട തുടങ്ങാന്ന് പറഞ്ഞാൽ മന്നത്ത് പപ്പനാവനെ നാണക്കെടില്ലേ. ഓമന കുഞ്ഞമ്മയ്ക്ക് വലിയ വിജയം ലഭിച്ചു. പരീക്ഷയിൽ MSc റാങ്ക് കിട്ടി. വനിത ആദ്യമായിട്ട് ഓമന കുഞ്ഞമ്മയെ വിളിച്ചു വരുത്തി ആദരിച്ച ആളാണ് മന്നത്ത് പത്മനാഭൻ. ഒന്ന് ആലോചിക്കണം. വേണമെങ്കിൽ ഓമന കുഞ്ഞമ്മയെ കണ്ടില്ലെന്ന് വെച്ചാൽ പോയി. അതൊരു നായര. തിക്കുറിശ്ശി സുകുമാരൻ നായരുടെ സഹോദരിയായിരുന്ന, തിരുവനന്തപുരം കളക്ടറായിരുന്ന ശ്രീമതി IASകാരിയായിരുന്ന ശ്രീമതി ഓമന കുഞ്ഞമ്മയ്ക്ക് ആദ്യമായി MScക്ക് റാങ്ക് കിട്ടുമ്പോൾ അവരെ ആദരിക്കാൻ ആദ്യമെത്തിയത് മന്നത്ത് പത്മനാഭനാണ്. സോമനാഥ് നായരല്ലയോ ISROയുടെ ചെയർമാനായി. കണ്ട ഭാവം നടിച്ചു. വൈക്കം കരയോഗം അദ്ദേഹത്തിനെ അനുമോദിച്ചു എന്നതാണ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. വൈക്കം കരയോഗം ആദ്യം കയറി സോമനാഥനെ അംഗീകരിച്ചു. അതുകൊണ്ട് അയാൾ ഇവിടെ കയറ്റത്തില്ല.
ചേർത്തല താലൂക്ക് യൂണിയനിലെ സജീവ പ്രവർത്തനായ ഒരു കരയോഗം പ്രസിഡന്റിന്റെ മകനായിരുന്നു സോമനാഥ്. കരയോഗം പ്രസിഡന്റിന്റെ മോനാ. പക്ഷേ വൈക്കം താലൂക്ക് യൂണിയൻ സോമനാഥനെ അനുമോദിച്ചുകൊണ്ട് പ്രമേയം പാസ്സാക്കി. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് സോമനാഥനെ ഇവിടെ കയറ്റത്. ഇപ്പോഴത്തെ ISRO ചെയർമാനാണ്, പത്തനാപുരത്തുകാരനാണ്, ഒരു നായരാണ്, കരയോഗത്തിൽ അംഗം കണ്ടതായിട്ട് നടിച്ചു. ഒരു ആചാര്യന്റെ മറവിൽ, ആചാര്യന്റെ തണലിൽ നിന്നോട്ട് എല്ലാ ആചാര്യന്റെ കറപ്പില്ല. ഞാൻ ആലോചിച്ചു, എൻ്റെ അച്ഛൻ മരിക്കാനും പറഞ്ഞായിരുന്നു ഈ ആചാര്യനും പുള്ളിയായിട്ട് കണ്ടുപോയി കാണത്തില്ല, ചീത്ത വല്ലതും വിളിച്ചെങ്കിലേ ഉള്ളൂ, അല്ലാതെ മുമ്പിലോട്ട് പോയിട്ടില്ലടാന്ന് പറഞ്ഞു. അതാണ് പറഞ്ഞത്. കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള സാറ് ഇരിക്കുന്ന സമയത്ത് വാതിൽ, സ്പ്രിങ് വെച്ച വാതിലുണ്ട്, പോലീസ് സ്റ്റേഷനിലൊക്കെ വെക്കുന്നത് സ്പ്രിങ് വെച്ച പഴയ വാതിൽ. ഇപ്പം അങ്ങനത്തെ വാതിലില്ല. ഇപ്പം അങ്ങനല്ല. ഇപ്പം ഞാനൊരു നടൻ കൂടി ആയതുകൊണ്ട് അത് കാണിച്ചു തരാൻ പോകുന്നത് ശരിയല്ല. ഇപ്പം നമ്മൾ ചങ്ങനാശ്ശേരിക്ക് പോയാൽ താഴെ നിന്ന് ക്യാമറയിൽ കൂടെ വല്ലതും കാണുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ചെല്ലുമ്പോൾ ഇവിടെ ഒരാൾ വന്നത്, ഇപ്പം നമ്മൾ പൂച്ച കയറി വന്നാൽ പോലും അറിയും. എന്താ പൂച്ച എന്താ ഇവിടെ? ആരെങ്കിലും മാന്യന്മാരെ കയറി വരുന്ന കേട്ടോ, ചിലപ്പം വല്ല ശശി തരൂരിനെ പോലെയൊക്കെയുള്ള വലിയ ആൾക്കാരെ കയറി വരുന്നത്. വന്നാൽ ആദ്യം കുനിഞ്ഞിരിക്കും. അപ്പം നമ്മളായിരിക്കും തറയിലാണ്ട് കളഞ്ഞു വരും. മേശയുടെ അടിയിൽ എന്തോ ഒരു സാധനം പോയതുപോലെ ഒരു അഭിനയമുണ്ട്. ഇത് ഞാൻ പോയി കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ വെറുതെ പറയുന്നല്ല. പോയി കണ്ട പിന്നെ തലയുറി, പേനിന്റെ അസുഖം, പിന്നെ അങ്ങോട്ട് നോക്കത്തില്ല കേട്ടോ, ഇവിടെ നിൽക്കുന്ന മാന്യനെ നോക്കത്തില്ല. അപ്പം ഇരിക്കരുത് അയാൾ. എനിക്കുള്ള കുഴപ്പം ഞാൻ ഇരുന്ന് കളയും. കാരണം ആരെ മോനെ ഇരിക്കും, ഞാനിരിക്കും. അപ്പം പിന്നെ അവിടെ എവിടെയൊക്കെ നോക്കും, മുഖത്ത് നോക്കും, പക്ഷെ ഒരു എക്സ്പ്രഷനും ഇല്ല കേട്ടോ. അങ്ങനെ ഇരിക്കാൻ ലോകത്ത് ആരെ കൊണ്ടും പറ്റത്തില്ല. കാരണം മുഖത്തേക്ക് നോക്കിയപ്പോൾ ശ്രീ ശശി തരൂർ അവിടെ നിൽക്കുക. ഉദാഹരണമാണ്, ഒരു മണി അടിക്കും, ഉടനെ ആള് വെളിയിൽ വരും, ഊപ്പറണ്ട് പോയോ, ഏഴ് മണിയായി. ഏത് താലൂക്ക് യൂണിയനാണ് പിരിച്ചുവിടാൻ പറ്റുന്നത്? രാത്രി സന്ധ്യക്ക് 7 മണിക്കാണ് പിരിച്ചുവിടുന്നത് കേട്ടോ. 7 മണി, 8 മണി, 12 മണിക്കൊക്കെയാണ് താലൂക്ക് യൂണിയൻ പിരിച്ചുവിടുന്നത് രാത്രി. ഇത് തന്നെ പരിപാടി. എന്നാൽ ഇരിക്കാൻ പറയും, ചായ കൊടുക്കാൻ പറയും. പിന്നെ കുറച്ചു നേരം ഞാൻ പറയും ചായ കൊടു. അവിടെ പോയാൽ പിന്നെ പോകരുതെന്നേ തോന്നുന്നു. പോയിട്ടുള്ളവർക്കറിയാം, ഞാൻ വെറുതെ പറയുന്ന. മന്നത്ത് ആചാര്യൻ്റെ കൊച്ചുമക്കളൊന്നും പോയി കാണത്തില്ല, കാരണം നാണം കിടണ്ടെന്ന് വിചാരിച്ച് പോകാറില്ല. കാരണം അത് സത്യമല്ല. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ ഈയിടെ പറഞ്ഞൊരു കമൻറ്റ് ഇന്നലെ എന്നോട് മണിക്കുട്ടൻ പറഞ്ഞു, കമ്പനി ആക്ടിന് പ്രകാരമുള്ള പോരാട്ടമൊക്കെ നടക്കട്ടെ, പക്ഷേ മന്നത്ത് ആചാര്യൻ്റെ കാര്യത്തിലാണ് ഒരു തീരുമാനം ഉണ്ടാവുന്നത്. അത് പൊതു സ്വത്താണ്, അതിനുവേണ്ടി പോരാടണം എന്ന് പറഞ്ഞു. വളരെ ശരി. ഞാനിപ്പോൾ എനിക്കും പറയാനുള്ളതേ ഉള്ളൂ. ഞാൻ NSSൻ്റെ കൂടെ നിൽക്കും, NSSനകത്ത് നിൽക്കും. തെറ്റുകളെ തിരുത്താനുള്ള പോരാട്ടത്തിൽ ആരൊക്കെ രംഗത്തുണ്ടോ അവരോടൊപ്പം ഞാനുണ്ടാവും. ഈ തെറ്റുകളെ തിരുത്തി തന്നെയാണ്. സ്വജനപക്ഷപാതത്തിലുള്ള സ്ഥലമല്ല നായർ സർവീസ് സൊസൈറ്റി. നായർ സർവീസ് സൊസൈറ്റിയിലെ ഏറ്റവും പാവപ്പെട്ടവരായ ആളുകളുടെ മക്കൾക്ക് വേണം സ്കൂളുകളിൽ ജോലി കൊടുക്കാൻ. ഞാൻ 3 വർഷക്കാലത്തിലധികം 4 വർഷത്തോളം എൻ്റെ പിതാവിൻ്റെ മരണശേഷം പത്തനാപുരം NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റായിരുന്നു. എൻ്റെ യൂണിയനിലെ ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് മാത്രമേ 4 ജോലികൾ കൊടുക്കാൻ അവസരം എനിക്ക് തന്നിട്ടുണ്ട് ചങ്ങനാശ്ശേരി. ആ 4 ജോലിയും എൻ്റെ യൂണിയനിലെ ഏറ്റവും പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്കാണ് കൊടുത്തത് എന്ന അഭിമാനത്തോടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ആർക്ക് വേണോ അന്വേഷിക്കാം. എൻ്റെ അച്ഛൻ 64 വർഷം താലൂക്ക് യൂണിയൻ പ്രസിഡന്റായിരുന്നു, NSS ഡയറക്ടർ ഉണ്ടായിരുന്നു. കിടങ്ങൂരിൻ്റെ കാലം മുതൽ അദ്ദേഹം സജീവമായി എല്ലാ കാര്യത്തിലും ഉണ്ട്, മന്നത്തിൻ്റെ കാലമുണ്ട്. പക്ഷേ എൻ്റെ അച്ഛൻ്റെ ഒരു ബന്ധുവിനെയും അച്ഛൻ NSSൽ കയറ്റിയിട്ടില്ല. അച്ഛൻ്റെ അനന്തരവരെ സഹോദരിയുടെ മക്കളെയൊക്കെ ജോലി കയറ്റിയിട്ടുണ്ട്, കോളേജിൽ പ്രൊഫസറായിട്ടൊക്കെ. എവിടെ? ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജുകളിൽ കയറ്റിയിട്ടുണ്ട്. ക്രിസ്ത്യൻ കൂർലോസ് തിരുമേനിയുടെ കൊട്ടാരക്കര ഗ്രിഗോറിയസ് കോളേജിൽ അച്ഛൻ്റെ അനന്തരവനെ ജോലി കയറ്റിയിട്ടുണ്ട്, തിരുമേനിയോട് പറഞ്ഞിട്ട്. പക്ഷേ NSSൽ പറഞ്ഞിട്ട് അച്ഛൻ്റെ ഒരു മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ബന്ധുക്കൾക്കോ അനന്തരവർക്കോ NSS ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. NSS ഒരു പള്ളിക്കൂടത്തിൽ അച്ഛൻ മാനേജ് ചെയ്ത, അച്ഛൻ മാനേജറായി അച്ഛൻ സ്ഥാപിച്ച മന്നം മെമ്മോറിയൽ സ്കൂള് പത്തനാപുരം വിളക്കുടി, അവിടെ ഒരു അച്ഛനെ തന്നെ നിയമിക്കാം. ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞാൽ വേണ്ട, അവിടെ പോലും അച്ഛൻ്റെ ഒരു ബന്ധുവിനെ നിയമിച്ചിട്ടില്ല. അതുകൊണ്ട് അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാം, ഈ സ്വജനപക്ഷപാതം നമുക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല. അത് ബ്രിഗേഡിയർ പറയും. ബ്രിഗേഡിയർ എന്നെ എന്തിനു പിരിച്ചുവിട്ടു എന്ന്, എന്നെ എന്തിനു യൂണിയൻ പ്രസിഡന്റാണ് പിരിച്ചുവിട്ടു എന്നുള്ള ബ്രിഗേഡിയറുടെ ഒരു കഥയുണ്ട്. നടന്ന സംഭവം ബ്രിഗേഡിയർ കണ്ട കാര്യമാണ്, ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. അത് ബ്രിഗേഡിയർ പറഞ്ഞോളും, അദ്ദേഹം കണ്ടതാണ്. സ്വജനപക്ഷപാതം, അതിനെതിരെ നമ്മൾ നിൽക്കണം. അത് അഴിമതിയാണ്. ആ അഴിമതിയാണ് എതിർക്കേണ്ടത്. അത് ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. NSSനെതിരെ കേസ് കൊടുത്തത്, ആദ്യത്തെ കേസ് കൊടുത്ത ആൾ TKG നായരല്ല. NSSക്കെതിരെ കേസ് കൊടുത്ത ആൾ ആരാണെന്ന് ഈ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും.
അതുപോലെ എല്ലാ ക്രമക്കേടും, സാമ്പത്തിക ക്രമക്കേടുകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. സ്വജനപക്ഷപാതം എന്ന ക്രമക്കേട്, അതൊരു അഴിമതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ്. നമ്മൾ ഇന്നും TV തുറന്നാൽ ഇപ്പോഴും പറയാം എന്താ, മന്ത്രി ബന്ധുവിനെ നിയമിച്ചു. ഇത് മാധ്യമങ്ങൾ എടുത്തു കാണിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഏറ്റവും വലിയ അഴിമതിയായി കാണിക്കുന്ന സ്വജനപക്ഷപാതം തന്നെയാണ്. മന്നത്ത് ആചാര്യൻ അദ്ദേഹത്തിന്റെ കൊച്ചുമകൾക്ക് ജോലി കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം ഈ ബുക്കിൽ പറയുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, അതാണ് അന്തസ്. അന്തസ്സില്ലായ്മയ്ക്കെതിരെ പോരാടണം. മന്നത്ത് ആചാര്യനെ വൈക്കത്ത് നിന്ന് തന്നെ ഒരു ജാഥ ആരംഭിക്കണം. ഞാൻ പല ഭാഗത്തും NSSന്റെ തെറ്റുകൾക്കെതിരെ പ്രതികരിക്കുന്നവരുണ്ട്. പക്ഷെ പലരും പല സ്ഥലത്ത് പല ഗ്രൂപ്പായിട്ട് നിൽക്കുക. അവരോടെല്ലാവരുമായിട്ട് ഞാനൊരു സ്നേഹാഭ്യർത്ഥന നടത്തുകയാണ്. ദയവ് ചെയ്ത് എല്ലാവരും ഒന്നിക്കുക. മന്നത്ത് ആചാര്യനെ ഒറ്റ സമരം, മന്നത്ത് ആചാര്യന്റെ സ്മൃതി മണ്ഡപം എല്ലാവർക്കും ആദരിക്കത്തക്ക രീതിയിൽ തുറന്നു കൊടുക്കണം എന്ന വിഷയത്തിൽ ഒരു സമര പരിപാടി ആരംഭിച്ചുകൊണ്ട് സമാധാനത്തിന്റെ പാതയിൽ, അത് തുറന്നു തരില്ലെങ്കിൽ ആ മതിലിന്റെ പുറത്തു നിന്ന് നിങ്ങൾ അതിലെ കടന്നു പോകുമ്പോൾ ഒരല്പം വീട്ടിൽ പൂത്തു നിൽക്കുന്ന ഒരു റോസാപ്പൂവെങ്കിലും പറിച്ചുകൊണ്ടുവന്ന് ആ മതിലിൻ്റെ ഉള്ളിലേക്ക് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന സങ്കല്പം നിക്ഷേപിച്ചിട്ട് പോകണം. അതൊരു സമരമുറയായി മാറണം. ഒരു സമാധാനത്തിന്റെ സമരമാണ്, അക്രമത്തിന്റെ സമരമല്ല. വൈക്കത്ത് നിന്ന് ഒരു ജാഥ നടത്തേണ്ടിയിരിക്കുന്നു. മന്നം സമാധിയിലേക്ക് ക്ഷേത്രങ്ങൾ എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കാൻ വേണ്ടി യാത്ര നടത്തിയ പോലെ വൈക്കത്ത് നിന്നും ഒരു ജാഥ ചങ്ങനാശ്ശേരിയിലേക്ക് നടത്തേണ്ടിയിരിക്കുന്നു. മന്നത്ത് ആചാര്യന്റെ സ്മൃതി മണ്ഡപം എല്ലാവർക്കുമായി തുറന്നു കൊടുക്കണം. ആരാധിക്കാൻ, അല്ല നശിപ്പിക്കാനല്ല, ആരാധിക്കാൻ തുറന്നു കൊടുക്കണം. ഇനി മേലിലെങ്കിലും ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീമതി ദ്രൗപദി മുർമു, ലോകം ആദരിക്കുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും മഹത്തായ സ്ഥാനം വഹിക്കുന്ന നമ്മുടെ നാടിന്റെ അഭിമാനമായ ശ്രീമതി ദ്രൗപദി മുർമുവിനെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദി അടക്കമുള്ള വ്യക്തികളെ മന്നത്തിനെ പറ്റി പ്രസംഗിക്കാനും മന്നത്തെ പറ്റി ആദരിക്കാനും കൊണ്ടുവരണം. അല്ലാതെ മക്കൾക്ക് ഉപകാരം ചെയ്യുന്നവരെയല്ല. ധനലക്ഷ്മി ബാങ്കിൽ നിന്നും പണം വിഡ്രോ ചെയ്ത് മാത്രമല്ല, ധനലക്ഷ്മി ബാങ്കിനെ ഉപദ്രവിക്കാൻ അന്നത്തെ മുന്നോക്കക്ഷേമ കോർപ്പറേഷൻ ചെയർമാനായിരുന്ന പ്രേംജിത്തിനെ നിർബന്ധിച്ചു. മന്നത്തെ ആദ്യം പറഞ്ഞു ധനലക്ഷ്മി ബാങ്കിന് അക്കൗണ്ട് കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തതിന് ശേഷം ഉപദ്രവിക്കാൻ പറഞ്ഞു അത് ഗവൺമെന്റ് കാര്യമാണ്, പറ്റില്ല. അപ്പോൾ ഗവൺമെന്റ് സെക്രട്ടറി പറഞ്ഞു പറ്റില്ല, അങ്ങനെ തോന്നുമ്പോൾ മാറ്റാനും തോന്നുമ്പോൾ വയ്ക്കാനും ഒന്നും പറ്റില്ല. അപ്പോൾ ഇയാളെ എന്ന് പറഞ്ഞു അയ്യോ പറ്റില്ല. അതുകൊണ്ടെന്ന് പറ്റി വെച്ചാൽ അയാളുടെ കരയോത്തിലെ ഇലക്ഷൻ ഇല്ല. അടൂര് അയാൾ തെരഞ്ഞെടുക്കപ്പെടുമെന്ന് ചോദിച്ചാൽ അയാളുടെ കരയോത്തിലെ ഇലക്ഷൻ ഇല്ല. ഇത്ര ചീപ്പാണെന്ന് അറിയുന്നത്. സോ ചീപ്പ് എന്ന് പറയില്ല. ഇന്ന് 12 മണിക്കുമ്പോൾ എല്ലാ അക്കൗണ്ട് മാറ്റണമെന്ന് പറഞ്ഞു. എല്ലാവരും ഓടിപ്പോയി മാറ്റിയില്ല. നിങ്ങൾ രേഖ പരിശോധിച്ചു. ഞാൻ പറഞ്ഞല്ല, നിങ്ങൾ രേഖ പരിശോധിച്ചു. മാറ്റി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി തിരിച്ചു വിടുന്നു പറഞ്ഞു. എന്താണെന്നറിയാം, മറ്റൊരു പറഞ്ഞു ഞങ്ങൾ ഇനി ഘടിപ്പിക്കുന്നില്ല, ഞങ്ങൾ പോലീസ് കേസിനോ കാര്യങ്ങളൊക്കെ പോവുകയില്ല, ബാലൻസ് സർട്ടിഫിക്കറ്റ് വിഷയം ഇവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ സഹകരിച്ചോളൂ. ഞാനാണിതിൽ ബുദ്ധിമുട്ടിയത്. ഒരു ദിവസം കൊണ്ട് ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് വേറൊരു ബാങ്കിലേക്ക് പോകുമ്പോൾ പാവപ്പെട്ട മൈക്രോ ഫൈനാൻസ് എടുത്ത ഒരുപാട് വനിതകളാണ് ഇതിനകത്ത് ബുദ്ധിമുട്ടിയത്. പാവപ്പെട്ട വനിതകളാണ് ബുദ്ധിമുട്ടിയത്, വനിതാ സമാജാംഗങ്ങളാണ് ബുദ്ധിമുട്ടിയത്, സംഘങ്ങളിൽപ്പെട്ടവരാണ് ബുദ്ധിമുട്ടിയത്. ഇതെല്ലാം മനസ്സിലാക്കണം. അവനവൻ്റെ വീട്ടിലെ ഓരോ ഹുങ്ക് കാണിക്കാൻ അവർ കാണിക്കുന്ന തെറ്റിന് അനുഭവിക്കേണ്ടത് പാവപ്പെട്ടവരാണ്, ഈ സ്ത്രീകളാണ്, ഈ സംഘത്തിൽപ്പെട്ട പാവപ്പെട്ട സ്ത്രീകളാണ്. മന്നത്ത് ആചാര്യനെ ആരാധിക്കാനും അദ്ദേഹത്തിൻ്റെ സമാധി മണ്ഡപത്തിൽ പുഷ്പാർച്ചന ചെയ്യാനും എല്ലാ നായർക്കും അവകാശമുണ്ട്. നായർ മാത്രമല്ല, മന്നത്ത് ആചാര്യനെ ആദരിക്കുന്ന ഏത് സമുദായത്തിൽപ്പെട്ടവർക്കും. അവിടെ ജാതി മതങ്ങളൊന്നുമില്ല അദ്ദേഹത്തിന്. ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം സഫലീകരിക്കാൻ എത്രയും പെട്ടെന്ന് ഈ കവാടങ്ങൾ തുറന്നു കൊടുക്കണം സാധാരണക്കാർക്ക്, ലോകത്തെമ്പാടുമുള്ള നായർക്ക്. അമേരിക്കയിലൊരു നായർ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലൊരു നായർ കേരളത്തിൽ വന്നാൽ തൻ്റെ കുഞ്ഞുമായി വന്ന് ഇതാണ് നമ്മുടെ ആചാര്യൻ്റെ സമാധി മണ്ഡപം, ഇവിടെ നമുക്ക് ആരാധിക്കാം. മന്നത്ത് ആചാര്യൻ്റെ ചരിത്രത്തിൽ നിന്ന് മായ്ക്കാൻ ശ്രമിക്കുകയാണ് NSS. എന്താ കാര്യം അറിയാം? മന്നത്ത് ആചാര്യൻ എന്ന് വെച്ചാൽ ചങ്ങനാശ്ശേരി NSS ആഫീസിൻ്റെ ഒരു രൂപമുണ്ട് നമ്മുടെ മനസ്സിൽ, ചങ്ങനാശ്ശേരി ഹെഡ്ക്വാർട്ടേഴ്സ്. അതിൻ്റെ മുമ്പിൽ ഒരു സ്മാരകം ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിക്ക് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോൺക്രീറ്റ് കെട്ടിടം പണിയാണ് അതിൻ്റെ മുമ്പിൽ. എന്താണെന്നറിയാം, മന്നത്തിൻ്റെ ആ പഴയ NSSന്റെ എംപ്ലോയി എല്ലാം വെച്ചുള്ള ആ മണ്ഡപത്തെ, ആ മന്ദിരത്തെ, ആസ്ഥാന മന്ദിരത്തിനെ മറയ്ക്കാൻ ഫ്രണ്ടിൽ ഒരു ബഹുനില മന്ദിരം പണിയുക. അപ്പം മന്നത്ത് പത്മനാഭനെ പോലും മറയ്ക്കാൻ ശ്രമിക്കുന്ന, ചരിത്രത്തിൻ്റെ ഉള്ളിലേക്ക് തള്ളി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു തരം താഴ്ന്ന നേതൃത്വം NSSന് വേണോ വേണ്ടിയോ എന്ന് മാസ്സായിട്ട് ആലോചിക്കണം. ഒന്നും രണ്ടോ അല്ല, ഡൽഹിയിലേക്ക് കടന്നു വന്ന ചെറുപ്പക്കാരുടെ പാർട്ടികളുടെ കൂട്ടായ്മ പോലെ, ആ യുവാക്കളുടെ കൂട്ടായ്മ പോലെ കരുത്തോടെ നായർ ഒന്നിച്ചൊഴുകണം എന്ന് ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. സമാധാനത്തിൻ്റെ പാതയിൽ സമരം ചെയ്തുകൊണ്ട് മന്നത്ത് ആചാര്യനെ ഈ കരാള ഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ നമ്മൾ ഒരുങ്ങണം. അതുപോലെ ഒരു അഭ്യർത്ഥന കൂടി തിരുവനന്തപുരത്തെ നായർ സമുദായങ്ങളുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം ഭരണഘടനയും ജനാധിപത്യവും അവിടെ നിൽക്കട്ടെ, അത് നിയമം കോടതിയിൽ നടക്കുന്നതാണ്, കോടതി തീരുമാനിക്കട്ടെ. ഈ 89 തവണ അവധി വെച്ചത് എന്തിനെന്ന് കോടതി തീരുമാനിക്കട്ടെ. അതൊക്കെ ബഹുമാനപ്പെട്ട കോടതിയുടെ തീരുമാനങ്ങളിൽ വരുന്നതാണ്. നമ്മളതിനൊന്നും അഭിപ്രായം പറയുന്നില്ല.
അത് നിയമവിദഗ്ധരാണ്, അവർക്കറിയാം, അവർ പോയിക്കോളും. നമുക്കത് നിയമവിദഗ്ധനല്ല. അതുകൊണ്ട് പക്ഷേ മന്നത്ത് ആചാര്യനെ ആരാധിക്കാനുള്ള അവസരം എല്ലാ നായർക്കും മലയാളിക്കും അദ്ദേഹത്തെ ആരാധിക്കുന്ന എല്ലാവർക്കും ലഭിക്കണം. പട്ടി വരും പൂച്ച വരുമെന്ന് പറഞ്ഞ് മഹത് വ്യക്തികളെ അവിടുന്ന് മാറ്റി നിർത്താൻ അനുവദിക്കരുത്. നിങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞു, വി ഡി സതീശനെ കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അറിയില്ലല്ലോ. മുഖ്യമന്ത്രിയായ വി ഡി സതീശനെ കുറിച്ച് താലൂക്ക് NSSന്റെ പ്രതിനിധി സഭയിൽ എന്താ പറഞ്ഞെന്നറിയാമോ? അവൻ നമ്മുടെ കാല് പിടിക്കുന്നതാണ്, പിടിപ്പിക്കുന്ന. അതാണ് ഉപയോഗിച്ച വാക്ക്, ഒരിക്കലും പാടില്ലാത്ത വാക്കെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പലർക്കും എന്താണ് ഇയാൾ പറയുന്നത്, ആരും അത് പറയുന്നില്ല. ഞാനിപ്പോൾ തുറന്നു പറയാം, അവൻ നമ്മുടെ കാല് പിടിക്കും എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഒറ്റ ചോദ്യമേ ഉള്ളൂ. സതീശൻ ആളുകളെ ബഹുമാനിക്കും, ശരി, കാല് പിടിക്കാം. സതീശന്റെ നിയോജകമണ്ഡലമായ പരവൂരിലുള്ള 90 വയസ്സായ ഏതെങ്കിലും ഒരു കരയോം പ്രസിഡന്റിന്റെ കാലിൽ പിടിച്ച് മാപ്പ് പറഞ്ഞാൽ മതിയോ? അതോ ചങ്ങനാശ്ശേരിയിൽ ചെന്ന് പിടിച്ചാൽ മാത്രമേ നമ്മുടെ കാലാകുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെയാവുള്ളൂ. അങ്ങനെ പ്രായം ചെന്ന ആളെ ബഹുമാനിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രായം ചെന്ന അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിൽ അദ്ദേഹം പ്രതിനിധാന സ്ഥലത്ത് ഒരു കരയോഗത്തിലെ 90 വയസ്സായ ഒരു വയസ്സായ കരയോഗം പ്രസിഡന്റ് കാൽ പിടിച്ച് സാറേ ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ന്യായം? അതോ ചങ്ങനാശ്ശേരിയിൽ ഇരിക്കുന്ന ഈ കാല് തന്നെ പിടിച്ചാൽ നമ്മുടെ കാലാകുമോ? അതായത് നിങ്ങളും ഞാനും ഒക്കെ ഉൾപ്പെടുന്ന നായരുടെ കാലം എന്ന് പറയുന്നത് ഒരു കാലാണോ? പിടിക്കാം. മന്നത്ത് പത്മനാഭന്റെ സമാധിയിൽ പോയി അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ടു വീഴാം, അന്തസ്സുണ്ട്. മറ്റത് പറ്റില്ല, മറ്റു പരിപാടി നടക്കില്ല. ഈ നമ്മുടെ കാല് എന്ന് ഉദ്ദേശിച്ചത് സ്വന്തം കാലാണ്. ഇത് അവിടെ പറഞ്ഞ വാക്കാണ്. ഇവിടുത്തെ പല കോൺഗ്രസ്സുകാരും എല്ലാവരും ഉണ്ട്, ഇതിനകത്ത് ഇരിപ്പുണ്ട് സഭയ്ക്കകത്ത്. അവരിൽ പലർക്കും അസ്വസ്ഥതയുണ്ടായി. പക്ഷേ തൻ്റെ സ്ഥാനം പോകുമോ എന്ന പേടിയുണ്ട്, അവരത് പറഞ്ഞില്ല. എനിക്ക് സ്ഥാനം ഒരു പ്രശ്നമല്ല, നിങ്ങൾ ഒന്നിച്ച് നിൽക്കാമെന്ന് പറയുമ്പോഴും നിങ്ങളുടെ കൂടെ നടക്കാമെന്ന് പറയുമ്പോഴും ഞാൻ നായരെല്ലാവരും ഒന്നിച്ച് വന്ന് ഇത്തരം അനീതിക്കെതിരെ പോരാടുമ്പോൾ കൂടെ നിൽക്കാൻ പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഒരു സ്ഥാനമാനവും സ്വീകരിക്കുകയില്ല എന്നുള്ള നേരത്തെ കൊടുക്കുക. എനിക്ക് അതിലൊന്നും താല്പര്യമില്ല, എനിക്കൊരു സ്ഥാനമാനവും വേണം. പക്ഷേ ഈ തെറ്റിനെതിരെ നിങ്ങളോടൊപ്പം ഞാനുമുണ്ട്. നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കണം. എന്നെ കേൾക്കുന്ന ലോകത്തെ മുഴുവൻ നായർ സമുദായ അംഗങ്ങൾ ഈ ഒരു ശൃംഖലയിൽ അണിചേരണം. വേറൊരു സംഘടന ഉണ്ടാക്കാനല്ല. നായർ സർവീസ് സൊസൈറ്റി എന്ന മന്നത്താചാര്യൻ സ്ഥാപിച്ച മഹാപ്രസ്ഥാനത്തിന് നേരും നിറയുമുള്ള കരുത്ത് നൽകുന്ന ഒരു മുന്നേറ്റം നടത്തുന്നതിന് വേണ്ടി മാത്രമാണ് ക്ഷണിക്കുന്നത്. അല്ലാതെ മറ്റൊരു സംഘടന ഉണ്ടാക്കാൻ നിങ്ങളെ ആരും ക്ഷണിക്കത്തില്ല. ഇവിടെ ഞാൻ സംസാരിക്കുമ്പോൾ അധ്യക്ഷൻ പ്രസംഗിച്ച് നിർത്തും JNSS എന്ന് പറഞ്ഞാൽ ആണോ? അത് അങ്ങനെയാണ് പ്രസംഗിച്ച് നിർത്തിയത്. നായർ സർവീസ് സൊസൈറ്റി എന്ന മന്നത്താചാര്യൻ്റെ ആ മാനസ പുത്രൻ, അദ്ദേഹം ദൈവത്തെ പോലെ കണ്ടിരുന്ന മഹാപ്രസ്ഥാനം, അതിനെ നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് സംരക്ഷിക്കണം. അതിനുവേണ്ടി എല്ലാ പിണക്കങ്ങളും എല്ലാ വലിപ്പമില്ലായ്മകളും ഒക്കെ മറന്നുകൊണ്ട് ഒറ്റ മനസ്സായി ലോകത്തെ മുഴുവൻ നായന്മാരും ഒന്നിക്കണം എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ എന്നെ ക്ഷണിച്ച ഈ സംഘടനയോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. സത്യം വെളിപ്പെടുത്തുന്ന പുസ്തകം എല്ലാവരും വായിക്കും. ഇത് ബുക്കായി വായിക്കാൻ അസൗകര്യമുള്ളവരുണ്ടെങ്കിൽ എല്ലാ കരയോഗങ്ങളിലേക്കും ഇത് PDF ആക്കി അയച്ചു കൊടുക്കണം. എല്ലാ നായരല്ലാത്തവരും ഈ പുസ്തകം വായിക്കണം. എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഈ പുസ്തകം വായിക്കണം. ഈ പുസ്തകത്തിലെ ഓരോ പേജും വിത്ത് എവിഡൻസ് ആണ്, അല്ലാതെ ഗീർവാണമല്ല, ഒരു കഥാപുസ്തകമല്ല, ഇതൊരു കഥാപുസ്തകമല്ല, ഇതൊരു സത്യസന്ധമായ പുസ്തകമാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് വായിക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.